ചന്ദ്രമഹാദശക്കാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിനൊക്കെയും തന്നെ പരിഹാരങ്ങളും പ്രതിവിധികളും ഉണ്ട്. അപ്പോൾ ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് മന്ത്രോച്ചാരണമാണ്. ഓം ചന്ദ്രായ നമ എന്നതുപോലുള്ള മന്ത്രങ്ങൾ ദിവസേന ചൊല്ലുക. മനസ്സ് ശാന്തമാകാനും ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാകാനും ഇത് സഹായിക്കും. പരമശിവനുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശിവഭജനം ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. ഓം നമശിവായ മന്ത്രവും മറ്റ് ശിവമന്ത്രങ്ങളും സമാധാനവും മാനസിക സ്ഥിരതയും നൽകും. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുമെന്നാണ് വിശ്വാസം. ഈ ദിവസം അരിയാഹാരവും മത്സ്യമാംസങ്ങളും വർജിച്ച് പഴങ്ങളും ജലവും മാത്രം കഴിക്കുക. ഇനി മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക എന്നതാണ്. തിങ്കളാഴ്ചകളിൽ അരി, പാല്, പഞ്ചസാര എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇതിനൊക്കെയും പുറമെ ചന്ദ്രന്റെ ദോഷം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി മാനസിക സ്ഥിരത വീണ്ടെടുക്കുന്നതിന് യോഗയും ധ്യാനവും സഹായകമാകും. സ്ഥിരമായി ഇവ ചെയ്താൽ മനസ്സിന് സമാധാനവും വ്യക്തതയും കൈവരും. ഗ്രഹനിലയിൽ ചന്ദ്രൻ ദുർബലരായിട്ടുള്ളവർക്കാണ് ചന്ദ്രമഹാദശ ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നത്. ചന്ദ്രനിൽ രാഹുകേതുക്കളുടെ സ്വാധീനവും ദൃഷ്ടിയും ഉണ്ടാകുന്നതുകൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവം കൊണ്ടും ഇത് സംഭവിക്കാം. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ പ്രതിവിധികളിലൂടെ ഇതിന്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറക്കാനായിട്ട് സാധിക്കും.